സാധാരണയായി ബഡ്ജറ്റിലാണ് വിസ്മയം ഉണ്ടാക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിലും ഇന്നത്തെ മന്ത്രിസഭ യോഗത്തിൽ ഒരു വിസ്മയം ഉണ്ടായിട്ടുണ്ട്. വിസ്മയമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആശ്വസിക്കുന്ന, സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇന്നത്തെ ക്യാബിനറ്റിലെടുത്ത അതിമനോഹരമായൊരു തീരുമാനം. അതൊരു വിപ്ലവകരമായ തീരുമാനമാണ്. ഒരു തരം അധികാര വികേന്ദ്രീകരണവുമാണത്. സാധാരണ എന്താ സംഭവിക്കുക? ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഗവേഷണ സ്ഥാപനങ്ങളോടും ഏജൻസികളോടും വകുപ്പുകളോടും പ്രപ്പോസൽ ചോദിക്കും. ഈ പ്രപ്പോസലുകൾ പലതും പ്ലാനിംഗ് ബോർഡ് വെറ്റ് ചെയ്യുന്നത് കാണും, അല്ലാതെ മറ്റ് സംവിധാനങ്ങളിലൊക്കെ വെറ്റ് ചെയ്യുന്നത് കാണും. ഇതെല്ലാം കൂടെ വെറ്റ് ചെയ്തിട്ട് ഒരു തുക ഓരോ വകുപ്പിനും സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും ബഡ്ജറ്റ് വയ്ക്കും. ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബഡ്ജറ്റിന് വച്ച് കഴിഞ്ഞു എന്നറിയുമ്പോൾ ബഡ്ജറ്റിൻ്റെ ആളുകൾ, നമുക്കിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഞാനെങ്കിൽ എനിക്ക് വേണ്ടി ഇത്ര ഒരു ബഡ്ജറ്റ് വെച്ചു എന്ന് മനസ്സിലാവും ആ ഡോക്യുമെൻ്റ് വരുമ്പോൾ. പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു ആ പ്രപ്പോസൽ വെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് ഒരു ഇത് കൊടുക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരും അവർ. അത് തന്നെ ഒരു പ്രോസസ്സാണ്, 2-3 മാസത്തെ പ്രോസസ്സാണ്. അത് കഴിഞ്ഞാണ് ഫിനാൻസ് സാങ്ഷൻ അയക്കും. അപ്പോൾ ഫിനാൻസ് സാങ്ഷനും ആലോചിച്ചിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തരും. ഇതൊരു ഹിമാലയൻ ഹെർക്കുലിയൻ ടാസ്ക്കാണ്, വലിയ ടാസ്ക്കാണ്. അത് ഫിനാൻസിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ എക്സ്പെൻഡിച്ചർ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എക്സ്പെൻഡിച്ചറിൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ട്. പിന്നെ ജനറൽ ഫിനാൻസ് ഉണ്ട്, പിന്നെ ബഡ്ജറ്റ് ഉണ്ട്, പല വിഭാഗങ്ങളാണ് അതിനകത്ത്. അവിടെ എല്ലാം പല ഫയലുകളും യാതൊരു ധാരണയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കമൻ്റ് എഴുതി അഡ്വൈസ് എടുത്ത് അഭിപ്രായം എടുത്ത് ഇങ്ങനെ കറങ്ങും. യഥാർത്ഥത്തിൽ നമുക്കൊരു ഫിനാൻഷ്യൽ കോഡ് ഉണ്ട്. 1977 മറ്റും ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ കോഡ് ഉണ്ട് കേരളത്തിൽ. നമുക്കൊരു മാനുവൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും ഓരോ വകുപ്പിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയണമെന്നില്ല. ഓരോ വകുപ്പിലും ഇരിക്കുന്ന അസിസ്റ്റൻ്റ് മുതൽ ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി വരെ ഉള്ളവർക്കൊന്നും ഇത് അറിയണമെന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന, അത് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒട്ടും അറിയത്തില്ല. അവരെ പ്രപ്പോസലിങ് എഴുതി അയക്കും. ഇവിടെ വരുമ്പോഴാണ് ഇത് ഫിനാൻഷ്യൽ കോഡിനെതിരാണ്, ഇത് ബഡ്ജറ്റ് സംവിധാനങ്ങൾക്കെതിരാണ്, ഇത് നിലവിലെ ജനറൽ റൂൾസിനെതിരാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു കുരുക്കാണ്. എല്ലാവരും ഫിനാൻസ് വകുപ്പിൽ വന്ന് മന്ത്രിയെ ശല്യം ചെയ്യുക, സെക്രട്ടറി ശല്യം ചെയ്യുക, കയറി ഇറങ്ങും. അപ്പോൾ ധനകാര്യ വകുപ്പ് ഒരു ഉടക്ക് വകുപ്പായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്, ഒരു കുടുക്കിടുന്ന വകുപ്പായിട്ടാണ്. ഇന്നെടുത്തിരിക്കുന്ന മനോഹരമായ തീരുമാനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ഉദാഹരണം പ്ലാനിങ്, അതുപോലെ തന്നെ SC/ST, കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ കൃഷി, ഇങ്ങനെ തുടങ്ങി വനം വകുപ്പ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസറെ കൊടുക്കുകയാണ്. അതൊരു ഫിനാൻസ് വകുപ്പിൽ നിന്ന് തന്നെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളിനായിരിക്കും കൊടുക്കുന്ന. ചിലപ്പോൾ ഒരാളിന് 2-3 വകുപ്പ് കാണും, ചിലപ്പോൾ ഒരു വകുപ്പിന് ഒരാളായിരിക്കും. എന്തായാലും ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വകുപ്പിന് അയക്കുന്ന ഫയലുകൾ ഫിനാൻസ് ഇംപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിൽ ഈ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസർ കണ്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് എഴുതി അതിനകത്ത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊടുത്ത് കറക്റ്റ് ചെയ്യിച്ച്, അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസർ അയക്കുന്ന ഫയല് പിന്നെ ഒരു സിമ്പിൾ പ്രൊസീജിയറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പിട്ട് വിടാൻ പറ്റും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസർ അടുത്ത് വെച്ച് ഫയൽ വെറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വെറ്റ് ചെയ്യപ്പെട്ടാൽ അത് മനോഹരമായ തീരുമാനമാണ്. എന്നതിന് ശേഷമേ ഫിനാൻസ് വകുപ്പ്, അപ്പോൾ പിന്നെ പറന്ന് ഫയലിന് പോകാൻ പറ്റും. വളരെ നല്ല തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എല്ലാ വകുപ്പിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസറെ കൊടുത്തിരിക്കുകയാണ്. ഒരു പൈസ അഡീഷണൽ ചിലവില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരെ സ്ഥാനം പോലും പോകുന്നില്ല, ഒരു പൊസിഷൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെയായിരിക്കും അവർ ജോലി പോലും ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഈ ഒരു ചുമതല കൂടി ഉണ്ടായിരിക്കും. ഒരു ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ഒരാളിന് ഇങ്ങനെ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടോ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന റാങ്കിലിരിക്കുന്ന ആളിന് ഇങ്ങനെ കൂടി ഒരു ചുമതലയുണ്ട്. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ പഞ്ചായത്ത് വകുപ്പിൻ്റെ, അല്ലെങ്കിൽ പ്ലാനിംഗ് വകുപ്പിൻ്റെ, അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ, സഹകരണ വകുപ്പിൻ്റെ, പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ, ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ കൂടിയാണ് A എന്ന് പറയുന്ന, അല്ലെങ്കിൽ B എന്ന് പറയുന്ന ഓഫീസർ. അത് വനിതയായാലും പുരുഷനായാലും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തീരുമാനമാണ്. ഒരു തരം അധികാര വികേന്ദ്രീകരണവുമാണ് എല്ലാ കാര്യം. കാരണം അവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫിനാൻസിൻ്റെ ആളല്ല അവർ ശരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ടിരിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് പരമാവധി പണം വാങ്ങി കൊടുക്കുക, കോഡ് ഓഫ് കോണ്ടാക്ട് കറക്റ്റാണെന്ന് നോക്കുക, ഫിനാൻഷ്യൽ കോഡ് കറക്റ്റാണെന്ന് നോക്കുക, നമ്മളെ മാനുവൽ കറക്റ്റാണെന്ന് നോക്കുക, എക്സ്പെൻഡിച്ചർ മാനുവൽ കറക്റ്റാണെന്ന് നോക്കുക, സ്റ്റോർ പർച്ചേസ് റൂൾസ് കറക്റ്റാണെന്ന് നോക്കുക. ഇങ്ങനെ ഇതെല്ലാം നോക്കി അവിടെ വെച്ച് വെറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് പ്യുവർ വാട്ടറേ വരുള്ളൂ. ഇതിപ്പം പൊല്യൂട്ടഡ് വാട്ടറും പ്യുവർ വാട്ടറും എല്ലാം കൂടി വന്ന് കടൽ പോലെ വന്ന് ഫിനാൻസ് വകുപ്പിൽ അടിച്ച് അവിടെ കിടന്ന് അവസാനം എല്ലാവരും കൂടി ധനകാര്യ വകുപ്പിലേക്ക് കയറി ഇറങ്ങി
എല്ലാവരും മന്ത്രി ഓഫീസിലൊക്കെ കയറി ആ വലിയ കൺഫ്യൂഷൻ്റെ കൃത്യമായ ഒരു അധികാര കേന്ദ്രീകരണത്തെ വർത്തമാനം കൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫിനാൻസ് വകുപ്പിൻ്റെ അധികാരം കുറയും, ശരിക്കും പറഞ്ഞാൽ കുറയും, കാരണം അപ്പുറത്ത് അത് വെറ്റ് ചെയ്യപ്പെടുകയല്ലേ. എന്നാൽ പോലും ഫിനാൻസ് വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു നടപടി ഫിനാൻസ് മന്ത്രി എന്നുള്ള നിലയിൽ, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ അവർ ചെയ്തിരിക്കുന്നത് വളരെ ചരിത്രപരമായൊരു കാര്യമാണ്. നമുക്ക് തോന്നും ഇത് എന്താണ് ഒരാളിൻ്റെ അഡീഷണൽ ചാർജ് കൊടുത്തത്. അങ്ങനെയല്ല. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഓരോ ഫയലും മൊബിലൈസ് ചെയ്യുന്നവർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. പണ്ട് രമൺ ശ്രീവാസ്തവ DGP ആയിരുന്നപ്പോൾ, കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കുറേ വാഹനങ്ങൾ പുതിയത് വാങ്ങാനായിട്ട് ബഡ്ജറ്റിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നെ വാഹനം വാങ്ങാൻ സമയമായ വാങ്ങാനായിട്ടുള്ള പ്രപ്പോസൽ വന്നപ്പോൾ കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ കട്ടിൽ നിൽക്കുകയാണ്, ഖജനാവ് ഭയങ്കര കട്ടിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് ഫിനാൻസുകാർ കുറിയിട്ടു. ഈ കുറിയിട്ട ഫയലുമായിട്ടെടുത്ത് രമൺ ശ്രീവാസ്തവ നേരെ കരുണാകരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതേ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബഡ്ജറ്റ് പാസ്സാക്കിയത്, ബഡ്ജറ്റിൽ ഞങ്ങൾ കൊടുത്ത പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പണം കണ്ടുകൊണ്ടായിരിക്കും ബഡ്ജറ്റ് പാസ്സാക്കിയത്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിലേക്ക് നിർദ്ദേശം തന്നവരെയും ബഡ്ജറ്റ് പാസ്സാക്കിയവരെയും ധനകാര്യമന്ത്രിയുടെ പേരിൽ നടപടിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പണം തരണം, എൻ്റെ റൈറ്റാണ്, എനിക്ക് ബഡ്ജറ്റിൽ പൈസ വെച്ചിട്ട് പിന്നെ എന്നെ കളിയാക്കിയത് ശരിയായില്ല എന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കുകയും അതിൽ കരുണാകരൻ വീഴുകയും സ്പെഷ്യൽ ഓർഡർ ഇടുകയും ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൈക്കാട് പോലീസ് മൈതാനത്ത് നിറഞ്ഞ് വണ്ടി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. അപ്പോൾ ഫിനാൻസ് വകുപ്പിനെ റീവർക്ക് ചെയ്യുന്നു, റീവിസിറ്റ് ചെയ്യുന്നു, റീഡിസൈൻ ചെയ്യുന്നതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിച്ചത് വളരെ മനോഹരമാണ്, നല്ലതാണ്.